നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ. പ്രതിയുടെ രൂപസാദൃശ്യമുള്ളയാളെ ഛത്തീസ്ഗഡിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരാളെ മധ്യപ്രദേശിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. പ്രതികൾ ഗുജറാത്തിലേക്ക് കടന്നുവെന്ന് പോലീസ് സംശയിച്ചിരുന്നു. അന്വേഷണ സംഘം പിന്നാലെ ഗുജറാത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. കേസിൽ പ്രതിയെ പിടികൂടേണ്ടത് പോലീസിന്റെ അഭിമാന പ്രശ്നമായിരുന്നു. മുംബൈയിലെ ഏറ്റവും സുരക്ഷിതമായ പാർപ്പിട മേഖലകളിലൊന്നിലെ സുരക്ഷാ പ്രശ്നം വലിയ ആശങ്കയാകുന്നുണ്ട്. മഹാരാഷ്ട്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ ആരോപണമായി സെയ്ഫിനെതിരായ ആക്രമണം ഇതിനകം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുമുണ്ട്. പ്രതിയുടെ പുതിയ ചിത്രം പോലീസ് ഇന്ന് പുറത്തുവിട്ടിരുന്നു. ഇതുമായി സാദൃശ്യം തോന്നിയ ആളെയാണ് ഛത്തീസ്ഗഡിൽ നിന്നും പോലീസ് പിടികൂടിയത്. കുറ്റകൃത്യത്തിനു ശേഷം പ്രതി വീടിന് പുറത്തെത്തി വസ്ത്രം മാറിയാണ് രക്ഷപ്പെട്ടത്. ഇയാൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നീല ഷർട്ട് ധരിച്ചെത്തിയ ചിത്രങ്ങളാണ് പുറത്തായത്. ഇതോടെയാണ് ഇയാൾ ട്രെയിനിൽ ഗുജറാത്തിലേക്ക് കടന്നതായി പോലീസിന് സംശയം ബലപ്പെട്ടത്. സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളെ ഇന്ന് വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ നൽകിയ മൊഴികളിലുണ്ടായ സംശയത്തെ തുടർന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. കേസിൽ ഇതുവരെ 20-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. നടൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഇന്നലെ മാറ്റിയിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സെയ്ഫ് അലി ഖാനെ വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുംബൈയിലെ ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയയാൾ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത്. നട്ടെല്ലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിൽ ഉൾപ്പെടെ 6 കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയത്. ആക്രമിക്കപ്പെട്ട ചോര വാർന്ന സെയ്ഫിനെ ഓട്ടോറിക്ഷയിലാണ് മകൻ ഇബ്രാഹിം ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത്. സെയ്ഫ് അലി ഖാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ, അവരുടെ 2 മക്കളായ 4 വയസ്സുള്ള ജഹ്, 8 വയസ്സുള്ള തൈമൂർ, 5 സഹായികൾ എന്നിവരാണ് ആക്രമണ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത്. പോലീസിന് നൽകിയ മൊഴിയിൽ അക്രമിയെ ആദ്യം നേരിട്ടത് സെയ്ഫിന്റെ ഇളയ മകൻ ജയുടെ നാനി എലിയാമ ഫിലിപ്പാണ്. ഇവർ പറയുന്നതനുസരിച്ച് അക്രമി ഇവരോട് 1 കോടി രൂപ ആവശ്യപ്പെട്ടതായാണ്. അക്രമി നടന്റെ ഫ്ളാറ്റിലേക്ക് എന്തെങ്കിലും തകർത്ത് കയറിയതല്ലെന്നും എന്നാൽ മോഷണമെന്ന ഉദ്ദേശത്തോടെ രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ഏതോ സുരക്ഷയില്ലാത്ത വഴി നുഴഞ്ഞു കയറിയതാവാനാണ് സാധ്യതയെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നത്. എങ്ങനെയാണ് അക്രമി കുട്ടികളുടെ മുറിയിലെത്തിയതെന്നും CCTVകളെ എങ്ങനെ കബളിപ്പിച്ചുവെന്നും അകത്ത് അക്രമിക്കൊരു സഹായമുണ്ടോ എന്നതൊക്കെ പോലീസിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. പിടികൂടിയ 2 പേരെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.